ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹിന്ദി ഡിസ്കോഴ്സിൻ്റെ ഫോമാറ്റ്സുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഡയറി എഴുതാമെന്നുള്ളതാണ്. ഇപ്പോൾ ഏത് ഡയറി ചോദിച്ചാലും കുറച്ച് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, മിസ് ഞാൻ ഫോർമാറ്റ് എഴുതി വെച്ചിട്ടും എനിക്ക് അതിൻ്റെ മാർക്ക് കിട്ടിയിട്ടില്ല, 4 മാർക്കിൽ എനിക്ക് 2.5-3 മാർക്ക് എനിക്ക് ടീച്ചർ തന്നുള്ളൂ, എങ്ങനെയാണ് നമുക്ക് 4 മാർക്കും അറ്റ് എ ടൈം ഗെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ. നോട്ട്സിനായി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ആരിനെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറിനെ കുറിച്ചാണ് നമ്മൾ പറയണത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വണ്ടർഫുൾ ഡയറി എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡയറിയിൽ നിന്നൊരു ഹെഡിങ് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് സൈഡിലായിട്ട് ഡേറ്റും അതേപോലെ ഡേയും നമ്മൾ കൊടുക്കുക. ഓക്കെ, സമയവും കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്താണ് മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഹെഡിങ് എഴുതണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇഫ് എന്ന് അവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഡേറ്റ്, ഡേ, ടൈം, ഹെഡിങ്, ഇഫ് വേണമെങ്കിൽ ഹെഡിങ്ങും കൂടി ആഡ് ചെയ്യാം. ഇത് നമ്മൾ തുടങ്ങാൻ നേരത്ത് പ്രിയ ഡയറി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടാവുക അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു? ആജ് കാ ദിൻ മേരെ ലിയെ ബഹുത് അച്ഛാ ഓർ ഇതില്ല കേട്ടോ, ബുരാ കാ ദിൻ ദാ ഇസ് ദിൻ മുझे കഭി ഭൂൽ നഹീ സക്താ. എനിക്ക് എൻ്റെ ഈ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമോ അല്ലെങ്കിൽ സങ്കടമോ ഉള്ള ദിവസമായിരുന്നു. ഈ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കില്ല. സുബ സബ് കുച്ച് സാമാന്യത, രാവിലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ലേക്കിൻ പക്ഷേ ഇവിടെയാണ് ഘടന എന്നുള്ളൊരു ബ്രാക്കറ്റ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മളുടെ ടോപ്പിക് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമല്ലോ, അതെടുത്ത് അവിടെ എഴുതി കൊടുക്കുക. നെ മേരെ മൻ കോ ചൂലിയ, ഇതെൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഘടനാ വർണ്ണൻ, നമ്മൾ എങ്ങനെയാണ് ആ ഘടന എഴുതേണ്ടത് അതിൻ്റെ വർണ്ണനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മെയിനെ ആപ്പിനെ ആംഗോം സെ ദേക്കാക്കി, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എന്താണ് നിങ്ങൾ കണ്ടത്? അതാ ഇവിടെ ആയിട്ട് നമ്മളത് ഫിൽ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഭാവ് അഭിവ്യക്തി എങ്ങനെയാണ് നമുക്ക് എഴുതാന്നുള്ളതാണ്. ഇവിടെ എന്താണ് നമുക്ക് അവിടെ ഉള്ള ഒരു ഭാവം അതിന് നമ്മൾ വ്യക്തമായി നമ്മൾ പറയുകയാണ്. അതായത് സന്തോഷമാണെങ്കിൽ സന്തോഷം, സങ്കടമാണെങ്കിൽ സങ്കടം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു 2 സെന്റൻസിലായിട്ട് നമ്മളത് എന്താണെന്നുള്ളത് പറയുന്നു. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പാഠം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് നമ്മൾ പഠിച്ചത്? മെയിനായിട്ട് സീക്കാക്കി എന്ത് പാഠമാണ്? പ്രതീക്ഷയുടെ പാഠമാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷ എന്നായിരിക്കും എല്ലാത്തിലും എഴുതുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ ഇന്ന പ്രതീക്ഷയുടെ ഒരു പാഠം ഞാൻ പഠിച്ചു. സമാപൻ നമ്മളത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യും? മീൻസ് ദിൻ കോ കബി നഹീ ബോൽ പാവുക, ഞാനത് ഒരിക്കലും മറക്കില്ല. വീണ്ടും പറയുന്നില്ല, ആവർത്തിച്ച്. ബഹുത് രാത് ഹോ ഗൈ, ഇത് ഭയങ്കരമായിട്ട് രാത്രിയായി, അതുകൊണ്ട് ശുഭരാത്രി, ഞാൻ ഉറങ്ങാൻ പോകുന്നു. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മളുടെ സൈൻ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ സൈൻ ഞാനിപ്പോൾ ഇവിടെ ഇട്ടുകൊണ്ട് വെക്കാം. ഇതുപോലെ ഒരു സൈനും വിത്ത് നെയിമും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി. ഓക്കെ, ഇതാണൊരു മാർവലസ് ഒത്തൻറ്റിക് എന്നൊക്കെ പറയില്ലേ, അങ്ങനൊരു ഡയറി ഫോർമാറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡയറിക്കുള്ള എത്ര മാർക്ക്? അവിടെ 4 മാർക്കാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഡിയേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എക്സാം ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.